അദാനി, കോഴ, ജോർജ് സോറോസ് ആരോപണങ്ങളിൽ പാർലമെന്റിന് പുറത്തും ഭരണ പ്രതിപക്ഷ പോര്. സോണിയാഗാന്ധിയുടെയും ജോർജ് സോറോസിന്റെയും പോസ്റ്ററുമായി എത്തി പ്രതിപക്ഷ ആരോപണത്തെ പ്രതിരോധിക്കാനായിരുന്നു കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗിന്റെ ശ്രമം. രാജ്യത്തെ വിൽക്കാൻ അനുവദിക്കില്ലെന്ന മുദ്രാവാക്യവുമായി മോദി അദാനി പോസ്റ്ററുമായി പ്രതിപക്ഷം ഇന്നും രംഗത്തെത്തി. രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖറിനെതിരായ അവിശ്വാസ പ്രമേയത്തിൽ ഇന്നും ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ഏറ്റുമുട്ടി. ബഹളത്തെ തുടർന്ന് രാജ്യസഭ 2 മണി വരെ നിർത്തിവെച്ചു. അദാനി, കോഴ വിഷയം കോൺഗ്രസ് ലോക്സഭയിൽ ഉന്നയിച്ചത് സ്പീക്കർ വിലക്കി. ബഹളത്തിൽ ലോക്സഭയും തടസ്സപ്പെട്ട്. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാട് ഡൽഹിയിൽ ചേരുന്നുണ്ട്. ബൽറാം, ഈ ലോക്സഭയിലെ അദാനി വിഷയം ഉന്നയിക്കുന്നതിൽ സ്പീക്കർ വിലക്ക് എന്തുകൊണ്ടാണ്? ബാക്കി ഈ ജോർജ് സോറോസ് വിഷയം ഉന്നയിക്കുന്നതിലൊക്കെ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാകുമല്ലോ. എന്തുകൊണ്ടാണ് ലോക്സഭയിൽ ഉന്നയിക്കാനത് വിലക്ക്? ബൽറാം. ഹാഷ്മി, ലോക്സഭയും രാജ്യസഭയും ഇന്ന് സാധാരണ ഗതിയിലാണ് ആദ്യ നിമിഷങ്ങളിൽ സഭാ നടപടികൾ മുന്നോട്ട് പോയത് എങ്കിൽ വീണ്ടും അദാനി, കോഴ, ജോർജ് സോറോസ് വിഷയങ്ങളിൽ ഇരു സഭകളും പ്രക്ഷുബ്ധമാകുന്നതാണ് കണ്ടത്. ലോക്സഭയിൽ ചോദ്യോത്തരവേള സാധാരണ നിലയിൽ തന്നെ മുന്നോട്ട് പോയി. അതിനിടെ കോൺഗ്രസ് അംഗം ജ്യോതിമണി ഈ വിഷയം, അദാനി വിഷയം ചോദ്യോത്തരവേളയിൽ ഉന്നയിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിൽ സഭാധ്യക്ഷൻ ഇടപെടുകയായിരുന്നു. സഭാധ്യക്ഷൻ ഇടപെട്ടുകൊണ്ട് സഭയിലില്ലാത്ത ഒരാളുടെ പേര് പരാമർശിക്കരുത് എന്ന് വിലക്കി. തുടർന്ന് കോൺഗ്രസ് അംഗങ്ങൾ ബഹളം വയ്ക്കുകയും KC വേണുഗോപാൽ എഴുന്നേറ്റ് നിന്ന് ഇത്തരത്തിൽ വിലക്കുന്നത് എന്തുകൊണ്ട് എന്നും പക്ഷപാതപരമായ പെരുമാറ്റമാണ് ചെയറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്, നേരത്തെ സഭയിലില്ലാത്ത സോണിയാഗാന്ധിയുടെ പേര് നിഷികാന്ത് ദുബെ ഉന്നയിച്ച ഘട്ടത്തിൽ ചെയർ വിലക്കിയില്ല എന്ന് അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് നിഷികാന്ത് ദുബെ സംസാരിക്കാൻ എഴുന്നേറ്റ് പിന്നീട് ഈ അന്ന് നടത്തിയ ആരോപണങ്ങൾ ആവർത്തിച്ചു. ജോർജ് സോറോസുമായുള്ള കോൺഗ്രസുമായുള്ള ബന്ധം എന്ത്, ഈ ഭാരത് ജോഡോ യാത്രയ്ക്ക് ജോർജ് സോറോസ് എത്ര പണം നൽകി, ഭാരത് ജോഡോ യാത്രയ്ക്ക് എത്ര പണം ചെലവായി ആകെ തുടങ്ങിയ കാര്യങ്ങൾ വീണ്ടും ഉന്നയിച്ച ഘട്ടത്തിൽ പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങിയതിനെ തുടർന്നാണ് സഭാ നടപടികൾ തടസ്സപ്പെട്ടത്. അതേസമയം രാജ്യസഭയിലാകട്ടെ ഇന്നും പതിവ് പോലെ മുൻപ് നൽകിയ നോട്ടീസുകളെല്ലാം തള്ളുന്നു എന്ന് അറിയിച്ച സഭാധ്യക്ഷൻ പിന്നീട് രേണുക ചൗധരി നൽകിയ നോട്ടീസ്, അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയുടെ വിവാദ പരാമർശം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള നോട്ടീസ് സഭാചട്ടം 238 അനുസരിച്ച് ചർച്ച ചെയ്യാനാകില്ല എന്ന് അറിയിച്ചു. തുടർന്നാണ് ബഹളത്തിലേക്ക് പോയത്. ഈ ഘട്ടത്തിൽ JP നദ്ദ എഴുന്നേൽക്കുകയും പ്രതിപക്ഷത്തിനെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുകയുമായിരുന്നു. സഭാധ്യക്ഷന്റെ നിർദ്ദേശങ്ങളെ ലംഘിക്കുന്നത് സഭയെ അപമാനിക്കലാണെന്നും പ്രതിപക്ഷം തുടർച്ചയായി സഭാചട്ടങ്ങൾ ലംഘിക്കുകയാണ്. അമേരിക്കയിലെ കേസിനെ തുടർന്ന് അദാനിക്കെതിരെ ആരോപണം കടുപ്പിക്കുകയായിരുന്നു പ്രതിപക്ഷം. അതിനെ ചെറുക്കാൻ ഭരണപക്ഷം മുന്നോട്ട് വെക്കുന്ന ആരോപണം നേരത്തെ മുതലൊക്കെ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്ന ജോർജ് സോറോസ് എന്നുള്ളതാണ്. എന്തായാലും ആരോപണ പ്രത്യാരോപണങ്ങൾ അവിടെ അങ്ങനെ തുടരുകയാണ്.